ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയിലെ ജോലിഭാരം അന്ന സെബാസ്റ്റ്യനെ തളർത്തിയിരുന്നുവെന്ന് സുഹൃത്ത് ആൻ മേരി 24നോട് 18 മണിക്കൂർ വരെയാണ് ജോലി ചെയ്തിരുന്നത്. 4 മണിക്കൂർ മാത്രമായിരുന്നു അന്ന ഉറങ്ങിയിരുന്നതെന്നും ആൻ മേരി പറഞ്ഞു. അവിടെ ഉള്ള വർക്ക് സ്ട്രെസ്സിനെ പറ്റിയും, അതായത് ഉറക്കമില്ല, ലൈക് 4 to 5 hours ഒക്കെയാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത്. പിന്നെ അങ്ങനെ ഒരു സാറ്റർഡേ സൺഡേ ഒന്നും ഓഫ് അല്ല. ഇപ്പം ഇത് സംഭവിച്ചത് സാറ്റർഡേ ആണല്ലോ. അപ്പൊ ഞാൻ സാറ്റർഡേ രാത്രി അവളുടെ സംസാരിച്ചിരുന്നു. അപ്പോഴും രാത്രി ഇത് ഡിന്നർ കഴിച്ചിട്ട് അടുത്ത മീറ്റിങ്ങിന് കയറാനുണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പം ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കൾച്ചറിലാണ്, ഒരു എൻവയൺമെന്റിലാണ് അവള് ഉണ്ടായിരുന്നത്. ഓഗസ്റ്റ് 1 അല്ലെങ്കിൽ ജൂലൈ എൻഡില് ഇങ്ങോട്ടേക്ക് ഒരു 2 ആഴ്ച എങ്ങനെയെങ്കിലും വർക്ക് ഫ്രം ഹോം എടുത്ത് വരാനിരിക്കുവായിരുന്നു. കാരണം അങ്കിളും ആന്റിയും പറഞ്ഞിരുന്നു, മറ്റേ അവര് 2 ആഴ്ച മുന്നേ പോയപ്പോഴത്തേക്കും ചെസ്റ്റ് പെയിൻ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാൻ വരണം. അവിടെ ചെക്ക് ചെയ്തു, അവിടെ ഡോക്ടറെ കണ്ടു. അപ്പൊ അവര് പറഞ്ഞു ഇതാണ്. പക്ഷെ അവൾക്കൊരു ബ്രേക്ക് പോലും കിട്ടാണ്ടുള്ള ജീവിതം. ഇപ്പൊ അങ്കിളും ആന്റി ഓബ്വിയസ്ലി കൺസേൺഡ് ആയിരുന്നു. പിന്നെ ഇവളെപ്പോഴും ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് ആ 4 months ആ കൊച്ചു ഇവിടുന്ന് എക്സൈറ്റഡ് ആയിട്ട് പോയതാ ജോലി ചെയ്യാനും പുതിയൊരു സ്ഥലം ഒക്കെ ആയിട്ട് നല്ല സന്തോഷത്തോടെ പോയതാ. പക്ഷെ അവിടെ ചെന്നിട്ട് ആൾക്ക് അങ്ങനെ സന്തോഷിക്കാൻ മാത്രം ഒന്നും ഇല്ലായിരുന്നു. പലപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മടുത്തു, ഞാൻ മിക്കവാറും ഇട്ടിട്ട് പോകേണ്ടി വരും, ഞാനത് മിക്കവാറും നിർത്തും എന്ന രീതി എൻ്റെ അടുത്ത് മാത്രമല്ല പലരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വേറെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറ്റുന്നില്ല. അപ്പം ഓബ്വിയസ്ലി നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവില്ല, നമ്മൾ അകത്തുനിന്ന് അനുഭവിക്കുമ്പോൾ അത് മനസ്സിലാവുള്ളൂ. ഈ ജോലി മിക്കവാറും എന്റെ അവസാനമായിരിക്കും എന്ന് അങ്ങനെയൊക്കെ പറയുമായിരുന്നു. അത്രയും പറ്റാത്ത ഒരു എൻവയൺമെന്റ് ആയിരുന്നു അവിടെ.